സൗദി ട്രക്ക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് എത്തിക്കണ ബലദിലാണ് കേട്ടോ. ജിദ്ദൻ്റെ ഹൃദയഭാഗമായ ബലദിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കാണാനായി. ഈ കാണുന്നതാണ് കേട്ടോ ബലദിലെ മഹമ്മൽ ബിൽഡിങ്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റോഡൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ. കാറിലൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഷോപ്പിംഗ് മാളാണ്. രാവിലെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തിരക്കുകളൊന്നും കാണാത്തത്. ഇവിടെയൊക്കെ നല്ല ജനങ്ങൾ, തിരക്കില്ല സൂക്കാണ് കേട്ടോ. ഈ ബലദ് എന്ന് പറയുന്നത് നല്ല ഈ രാവിലെ വന്ന് വീഡിയോ എടുക്കണ അതായതുകൊണ്ട് തിരക്കൊന്നും കാണാത്തത്. ഷോപ്പിംഗ് മാളുകളും പോസ്റ്റ് ഓഫീസും സാപ്റ്റിക്കോ സ്റ്റാൻഡും ഒക്കെ ബലദിലാണ് കേട്ടോ. ഇല്ലേ, ഇത് ബലദിലെ പള്ളിയാണ്. ജിദ്ദയിലെ പ്രവാസികളായ ആളുകൾ പർച്ചേസിങ്ങിന് വരുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ബലദ്. ഈ കാണുന്നതാണ് ബലദിലെ പോസ്റ്റ് ഓഫീസ്. അതിൻ്റെ ബാക്കിലായിട്ടാണ് സാപ്റ്റിക്കോ സ്റ്റാൻഡ്. ഈ കാണുന്ന കവാടം കയറി നേരെ പോവുകയാണെങ്കിൽ ബാവുമക്കയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിലെല്ലാം രണ്ട് സൈഡിലും കടകളും. ഇത് ഗോൾഡ് സൂക്കാണ് ഈ കാണുന്നത്. ബലദിലെ മലബാർ ഗോൾഡ്, അറ്റ്ലസ്, അങ്ങനെ ഒരുപാട് ജ്വല്ലറികളും ഗോൾഡ്, വെള്ളി, അതിൻ്റെയൊക്കെ കടകളാണ് ഈ രണ്ട് സൈഡിലും കാണുന്നത് കേട്ടോ. ഗോൾഡ് സൂക്ക്. ഈ ബാബ് കയറി നേരെ പോണതാണ് ബാവുമക്ക. ഇതിലെ വൈകുന്നേരമായ നല്ല തിരക്കില്ല ഒരു സൂക്കാണ് കേട്ടോ. രണ്ട് സൈഡിലും കടകളൊക്കെ ആയിട്ട്. ഈ കാണുന്ന വഴിക്ക് നേരെ പോയാലാണ് കേട്ടോ ബാവുമക്ക. പഴയകാല ബിൽഡിങ്ങുകളും പഴയ രാജകൊട്ടാരം. അപ്പോൾ അതൊരു മ്യൂസിയമായിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. ഉള്ളിൽ കയറി കാണാനൊക്കെ പറ്റും കേട്ടോ. ഈ സൈഡിൽ കാണുന്നതെല്ലാം ജ്വല്ലറികളാട്ടോ. ഇതാണ് മലബാർ ഗോൾഡ്. ഈ സൈഡിൽ കാണുന്നതാണ് മലബാർ ഗോൾഡ്. ബലദിലെ ഗോൾഡ് സൂക്ക്. അങ്ങനെ ആ വഴിയിലൂടെ നേരെ പോകുമ്പോൾ നമുക്ക് കാണാം പഴയ ബിൽഡിങ്ങുകളും പഴയ രാജകൊട്ടാരമൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഇതൊരു പഴയ പള്ളിയാണ്. ഈ ഒരു റോഡ് വിലങ്ങുറിഞ്ഞിട്ട് വേണം കേട്ടോ വരാൻ. ഇതൊക്കെ പഴയകാല ബിൽഡിങ്ങുകൾ ഇപ്പോഴും അതേപോലെ നിലനിർത്തിയിരിക്കും കേട്ടോ. ഇതാണ് പഴയ രാജകൊട്ടാരം, പഴയകാല രാജകൊട്ടാരം. ഇതൊരു മ്യൂസിയമായിട്ട് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ കഴിയും. ഇപ്പോൾ ക്ലോസ് ആണ് കേട്ടോ.
ഇതൊക്കെ പഴയ ആ രൂപത്തിൽ തന്നെ അതേപോലെ നിലനിർത്തി. നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാട്ടോ. ഇതിൻ്റെ അകത്തു കൂടിയൊക്കെ ഇതേപോലെ ഗല്ലികളും പഴയ ആ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറിപ്പോയാൽ ആ മരത്തുകൊണ്ടുള്ള ഡോറുകളും മരം കൊണ്ടുള്ള കൊത്തുപണികളൊക്കെ ആയിട്ടുള്ള പഴയ ആ കടകളൊക്കെയാണ് കേട്ടോ. പഴയകാല പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഉരുവിൽ വന്നിറങ്ങിയ കാലത്ത് അവർ താമസിച്ചിനൊക്കെ സ്ഥലങ്ങളും പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഇതിനകത്തൊന്നും ചില ബിൽഡിങ്ങിനകത്തൊന്നും താമസമില്ല. ഇത് അതേപോലെ ഇങ്ങനെ നിലനിർത്തിയതാണ്. ആ കാണുന്ന ഇതിലൊക്കെ താമസമുണ്ട് കേട്ടോ. ചില ബിൽഡിങ്ങുകൾ പുതുക്കി ഇതാ ഇതിൻ്റെ മേലെ ഈ കാണുന്ന AC കാണുന്ന അതിനകത്തൊക്കെ താമസമുണ്ട്. ഇതൊക്കെ ഇപ്പോഴും അതേപോലെ നിലനിർത്തിയിരിക്കണമെന്നുള്ളതാണ്. ആ പഴയ ആ ചെടികളും നല്ല വൃത്തിയിലാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. അങ്ങനെ ഈ ഇടവഴി കൂടെ നടന്നാൽ വലതുനിന്ന് ബാവുമക്ക വരെ ഇതേപോലെയുള്ള പഴയ ബിൽഡിങ്ങുകളും കാഴ്ചകളുമാണ് കേട്ടോ കാണാനുള്ളത്. കണ്ടോ ആ മരങ്ങളും ആ കൊത്തുപണികളൊക്കെ ആയിട്ടുള്ള പഴയ ആ ഡോറുകളും അതേപോലെ നിലനിർത്തിയിരിക്കണമെന്നുള്ളതാണ്. ഇതൊക്കെ കടകളാട്ടോ. ഇതൊക്കെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് തുറക്കാത്തത്. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കേറിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ജനങ്ങൾ. ഈ ഷോപ്പുകളെല്ലാം തുറന്ന് നല്ല ജനങ്ങൾ കച്ചവടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇതെല്ലാം ഗാവക്കടകളും കോഫി ഷോപ്പുകളും ഈ ഗല്ലി കൂടെ അങ്ങനെ പോകണതാണ് കേട്ടോ ബാവുമക്ക. ഈ നേരെ കാണുന്നതാണ് ബാവുമക്ക. ഇങ്ങോട്ട് പോയാൽ ബാവുമക്ക. ഈ ഏരിയയിൽ കടകളൊന്നും പുതിയ മോഡൽ ഷട്ടറുകളൊന്നും ആക്കാൻ പാടില്ല. അതേപോലെ തന്നെ മരത്തിൻ്റെ ഡോറുകളും ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം. ആ ഒരു പഴയ ഒരു പ്രൗഢി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെയൊക്കെ. ഇതൊക്കെ ഗഹവക്കടകളും കോഫി ഷോപ്പുകളും കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇതെല്ലാം ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റണത്, തിരക്കില്ലാതെ. ഇവിടെയൊക്കെ നല്ല തിരക്ക് വരുന്ന സൂക്കാണ് ഈ വലത് ബാവുമക്ക സൂക്കുൽ അലവി. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബാവുമക്കയിലാണ് കേട്ടോ. ബാവുമക്കയിലെ ബാവാണ് ഈ കാണുന്നത്. ഇതാ ഈ റോഡാണ് നേരെ കാണുന്നത്. പഴയ മക്ക റോഡാണ് കേട്ടോ. പഴയ മക്ക റോഡ്. ഈ കാണുന്ന റോഡ് മക്ബറത്ത് ഹവ്വ. ജിദ്ദയിലെ ഹവ്വ ബീവിൻ്റെ മക്ബറ കാണാനാണ് കേട്ടോ ഇനി അടുത്ത്. മക്ബറത്ത് ഹവ്വ ഈ കാണുന്നതാണ് കേട്ടോ ഹവ്വ ബീവിൻ്റെ മക്ബറ. ഈ മതിലിൻ്റെ അകത്താണ് മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ അകത്തേക്കുള്ള ഡോറ്.
അതിൻ്റെ അകത്ത് പോയി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. അങ്ങനെ ഈ വീഡിയോ